ഹലോ എവരി വൺ, MBA ക്ലൗഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. MBA പ്രൊജക്ട്സ്, MBA പഠനത്തിലെ 2 വർഷം MBA പഠനത്തിലെ വളരെ നിർണായകമായിട്ടുള്ളൊരു മേഖലയാണ് പ്രൊജക്റ്റ് അഥവാ ഇൻറ്റേൺഷിപ്പ്. ഈ ഇൻറ്റേൺഷിപ്പിൽ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് മിക്ക യൂണിവേഴ്സിറ്റികളും നിർദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു പ്രൊജക്റ്റ് ചെയ്യാം, അതോ ഒരു ടോപ്പിക്ക് എങ്ങനെ നന്നായിട്ട് ചൂസ് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാ MBA സ്റ്റുഡൻസും നിർബന്ധമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. എല്ലാ കരിക്കുലത്തിൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും തന്നെ 3rd സെമസ്റ്റർ 4th സെമസ്റ്ററിലൊക്കെ ആയിട്ട് ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ പ്രൊജക്ട് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. അവിടെ ചിലയിടത്ത് മിനി പ്രൊജക്ട് 2 പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളുമുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വിഷയം പ്രൊജക്ട് ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ ആ പ്രോപ്പർ ടോപ്പിക്കിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കും. വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഉപകാരപ്രദമാകുന്ന മറ്റ് MBA പഠിക്കുന്ന സുഹൃത്തുക്കളായിട്ടൊക്കെ പങ്കുവയ്ക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, അക്കാഡമിക് പ്രൊജക്റ്റിൽ മുമ്പ് നമ്മൾ HR സബ്ജക്ട്സും മാർക്കറ്റിംഗ് സബ്ജക്ട്സിനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അക്കാഡമിക് പ്രൊജക്ട്സിൽ HR, മാർക്കറ്റിംഗ്, ഫിനാൻസ് തുടങ്ങിയ വ്യത്യസ്തമായ വിഷയങ്ങൾ, അതുപോലെ ഓപ്പറേഷൻസ്, സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. വ്യത്യസ്തമായ വിഷയങ്ങൾ സാധാരണ അക്കാഡമിക് പ്രൊജക്റ്റുകൾ ചെയ്യുന്ന കൂടുതൽ പ്രൊജക്റ്റുകൾ ചെയ്ത് കാണാറുള്ളത് മാർക്കറ്റിംഗ്, HR, ഫിനാൻസ് മേഖലകളിലാണ്. ഇതുകൂടാണ്ട് ഓപ്പറേഷൻസ് ഒക്കെ പ്രൊജക്റ്റ് ചെയ്യാം. സിസ്റ്റംസിലൊക്കെ പ്രൊജക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതിൻ്റെ കോമ്പിനേഷൻ ആയിട്ടൊക്കെ വേണമെങ്കിലും ചെയ്യുന്ന സാധ്യതകളും ഉണ്ട് ഇതിനകത്ത്. അപ്പം ഏതൊരു ഏരിയ എടുക്കുവാണെങ്കിൽ തന്നെ ഇതിനനുസരിച്ച് ഈ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെല്ലാം തന്നെ കോമൺ ആണ്. പ്രൊജക്റ്റ് ചൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഡൊമൈൻ ഏതാണെന്നുള്ളതാണ്. HR ആണോ, മാർക്കറ്റിംഗിനാണോ, ഫിനാൻസ് ആണോ എന്നൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചൂസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ സ്പെഷ്യലൈസായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ നിങ്ങൾ ജോലി ഏത് മേഖലയിലേക്ക് ആഗ്രഹിക്കുന്നു എന്നതൊക്കെ അനുസരിച്ച് വേണം പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചൂസ് ചെയ്യാനായിട്ട്. നിങ്ങൾ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് പോകാനുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് അഥവാ പ്രൊജക്റ്റ് ചെയ്യുന്ന മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരിക്കും എപ്പോഴും നന്നാവുക. HR മേഖലയിലേക്ക് നിങ്ങൾ പോകുന്നെങ്കിൽ നല്ലൊരു HR ഫങ്ഷൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ HR പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഉപകാരപ്രദമാകും. അതുപോലെ തന്നെ ഫിനാൻസ് മേഖലയിൽ ഇതുപോലെ തന്നെ ശ്രദ്ധിക്കുക. അഗൈൻ ജനറലി പ്രൊജക്റ്റിനെ പറ്റുമ്പോൾ അത് 2 കാറ്റഗറി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. One is industry specific project, wherein which you have to go to an industry and do you have to go to a company. Industry specific and company specific project 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു കാറ്റഗറിയിൽ കമ്പനി സ്പെസിഫിക് പ്രൊജക്ട് എന്ന് പറയുമ്പോൾ യു ഹാവ് ടു ഗോ ടു എ കമ്പനി ആൻഡ് ഡു എ പ്രൊജക്ട്. അപ്പോൾ അതൊരു കമ്പനിയിൽ പോയി ചെയ്യുന്ന പ്രൊജക്റ്റാണ് കമ്പനി സ്പെസിഫിക് എന്ന് പറയുന്നത്. ആ കമ്പനിയിൽ പോയി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പനിയിലെ HR ഫംഗ്ഷനെ പറ്റി പഠിക്കാം, HR ആക്ടിവിറ്റീസിനെ പഠിക്കുന്ന രീതിയിലുള്ള പ്രൊജക്ട് ചെയ്യാം, അല്ലെങ്കിൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ പറ്റി പഠിക്കാം, അല്ലെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പറേഷൻ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യാം. അപ്പോൾ കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമായിരിക്കും നിങ്ങൾ അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ആ കമ്പനി സ്പെസിഫിക് ആയിട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ നിങ്ങൾ ആ കമ്പനിയുടെ മാർക്കറ്റിംഗ് ആണെങ്കിൽ ആ കമ്പനിയുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിനെ പഠിക്കാം, അല്ലെങ്കിൽ കമ്പനിയുടെ HR റിലേറ്റഡ് ആണെങ്കിൽ കമ്പനിയിലെ എംപ്ലോയീസ് ആയിരിക്കും നിങ്ങളുടെ ടാർഗറ്റ് ഗ്രൂപ്പ് ഇങ്ങനെ പഠിക്കാൻ നിങ്ങൾക്ക്. അതുമല്ല ഫിനാൻസ് റിലേറ്റഡ് ആണെങ്കിൽ പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ ഒക്കെ ഉപയോഗിച്ച് പഠിക്കുക. കമ്പനി സ്പെസിഫിക് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. അവിടെ കമ്പനി സർട്ടിഫിക്കറ്റിന് മറ്റു കാര്യങ്ങൾക്ക് ഒരുപാട് വാല്യൂ കൊടുക്കുന്നു. ഇതൊന്നും അല്ലാതെ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സെക്ടർ എടുത്ത് ഒരു സെക്ടറിൽ സ്റ്റഡി ആയിട്ടൊക്കെ കണ്ടക്ട് ചെയ്യാം. ഇത് റിസർച്ച് പേപ്പറൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ആംഗിളിൽ നിന്നുകൊണ്ട്, അപ്പം ഒരു IT ഇൻഡസ്ട്രിയിൽ സ്റ്റഡി ആയിട്ട്, അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ സ്റ്റഡി ആയിട്ട്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യാം. അത് യൂണിവേഴ്സിറ്റികൾക്ക് അവരുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജനറലി ഇങ്ങനെ 2 തരത്തിലുള്ള പ്രൊജക്റ്റുകൾ നമ്മൾ സാധാരണ കാണാറുണ്ട്. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എടുത്തൊക്കെയാണ് സെയിം ടോപ്പിക് തന്നെ. ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടും കമ്പനി സ്പെസിഫിക് ആയിട്ടും വന്നാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് ടോപ്പിക് എടുത്തിരുന്നത് വിഷ്വൽ മർക്കൻഡൈസിംഗ് എന്നാണ്. റീറ്റെയിലൊക്കെ ഉണ്ടാകുന്ന ഒരു ടോപ്പിക്കാണ് വിഷ്വൽ മർക്കൻഡൈസിംഗ്. ഒരു സ്റ്റോറിലെ റീറ്റെയിൽ സ്റ്റോറിൻ്റെ അറേഞ്ച്മെൻറ്റ്, വിഷ്വൽ അപ്പീൽ അല്ലെങ്കിൽ അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സിനെയൊക്കെയാണ് നമ്മൾ കസ്റ്റമർ ബാനേഴ്സുകൾ അല്ലെങ്കിൽ മറ്റ് പ്രോപ്സുകൾ, ഡയറക്ഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് ലേഔട്ടൊക്കെ ചെയ്തേക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വിഷ്വൽ മർക്കൻഡൈസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വിഷ്വൽ മർക്കൻഡൈസിംഗ്, സ്റ്റഡി ഓൺ വിഷ്വൽ മർക്കൻഡൈസിംഗ് അപ്പാരൽ സ്റ്റോഴ്സ്, അത് ഇൻഡസ്ട്രി സ്പെസിഫിക് പ്രൊജക്റ്റ് ആണ്. അവിടെ ഒരു കമ്പനി സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുന്നില്ല. മറിച്ച് ഈ ടോപ്പിക് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു XYZ കമ്പനി, പ്രൈവറ്റ് ലിമിറ്റഡ്, വിഷ്വൽ മർക്കൻഡൈസിംഗ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ കൺസ്യൂമർ ബിഹേവിയർ ഇൻ സോ ആൻഡ് സോ കമ്പനി, റിലയൻസ് റീറ്റെയിൽ അല്ലെങ്കിൽ മാക്സ് റീറ്റെയിൽ പ്രൈവറ്റ് ലിമിറ്റഡ്, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കമ്പനി സ്പെസിഫിക് ആയിട്ടും ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടും വേണമെങ്കിൽ ചെയ്യാം. രണ്ട് കോൺടാക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച്, കോളേജുകൾ തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച്, ഗൈഡ് ലൈൻ അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തുറന്നു പോവുകയാണെങ്കിൽ അക്കാഡമിക് പ്രൊജക്റ്റിലുള്ള പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്തൊക്കെ ഏരിയാസ് ആണ് അതിനകത്തുള്ളത് നമ്മൾ നോക്കാം. റിസർച്ച് പ്രോബ്ലം ടോപ്പിക്, അവിടുത്തെ
എന്താണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ ശ്രമിക്കുന്നത്, അവിടുത്തെ റിസർച്ച് ചെയ്യേണ്ട മാറ്റർ എന്താണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റിസർച്ച് ഗ്യാപ്പ് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ലിറ്ററേച്ചർ റിവ്യൂ നമ്മൾ ചെയ്യണം. പ്രീവിയസ് നടന്ന സ്റ്റഡീസ് ഒക്കെ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നതാണ്. മെത്തഡോളജി വളരെ പ്രധാനപ്പെട്ടാണ്. നമുക്ക് പ്രോബബിലിറ്റി സാമ്പിൾ, നോൺ പ്രോബബിലിറ്റി സാമ്പിൾ, പലതരത്തിലുള്ള മെത്തഡോളജി ഉപയോഗിക്കാം. പ്രൈമറി ഡാറ്റ വെച്ച് കളക്ട് ചെയ്യുന്ന സ്റ്റഡീസ് ഉണ്ട്, സെക്കൻഡറി ഡാറ്റയുണ്ട്. സിഗ്നിഫിക്കൻസ് ഓഫ് റിസർച്ചിന്റെ പ്രാധാന്യം എത്രത്തോളം റിലവൻ്റ് ആണെന്നുള്ളത് പ്രധാനപ്പെട്ടാണ്. ഒബ്ജക്റ്റീവ്സ്, ഹൈപ്പോതസിസ് ഒക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരു പ്രൊജക്റ്റിലെ പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ്. ഇനി എങ്ങനെ നല്ല ടോപ്പിക്ക് ചൂസ് ചെയ്യാമെന്നുള്ള ഉത്തരത്തിലേക്ക് വരുവാണെങ്കിൽ ലിറ്ററേച്ചർ റിവ്യൂ വളരെ പ്രധാനപ്പെട്ടാണ്. അവിടെ നടന്നിട്ടുള്ള പ്രീവിയസ് ആയ സ്റ്റഡീസ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കുകയും ആ സ്റ്റഡീസിൽ നിന്ന് നമുക്ക് നല്ലൊരു ടോപ്പിക് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന വളരെ പ്രസക്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മൾ ചൂസ് ചെയ്യുന്ന ടോപ്പിക്കിൽ പ്രീവിയസ്ലി നടന്നിട്ടുള്ള സ്റ്റഡീസ് ആ ഇൻഡസ്ട്രിയിലോ കമ്പനിയിലൊക്കെ റിലവൻ്റ് ആയ സ്റ്റഡീസ് നടന്നിട്ടുണ്ടെന്നുള്ള പ്രസക്തമായ കാര്യമാണ്. എഗെയിൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു റീസൺ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി മനസ്സിലാക്കി വേണം നമ്മളൊരു ടോപ്പിക് എടുക്കാൻ. എല്ലാ ടോപ്പിക്കിലും എല്ലാ ഇൻഡസ്ട്രിയും റിലവൻ്റ് ആകുന്നില്ല. IT ഇൻഡസ്ട്രി സൂട്ടബിൾ ആകുന്ന ടോപ്പിക് മറ്റൊരു ഇൻഡസ്ട്രി റിലവൻ്റ് ആകുന്നില്ല. ആ മറ്റൊരു ഇൻഡസ്ട്രി വേറെ ടോപ്പിക് ആയിരിക്കും റിലവൻ്റ് ആകുന്നത്. അപ്പോൾ ഓരോ ഇൻഡസ്ട്രിക്കും വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ് സിനാരിയോ ആയിരിക്കും, വ്യത്യസ്തമായ എംപ്ലോയി ലൈഫ് ആയിരിക്കും, വ്യത്യസ്തമായ മാർക്കറ്റിംഗ് സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ടോപ്പിക് എടുക്കാം. മുമ്പ് സംസാരിച്ച വിഷൻ മർക്കൻഡൈസിംഗ് എന്ന ടോപ്പിക്ക് റീറ്റെയിൽ ഇൻഡസ്ട്രിയിലാണ് റിലവൻ്റ് ആകുന്നത്. പക്ഷെ മറ്റൊരു ഇൻഡസ്ട്രിയിൽ അതൊരു റിലവൻ്റ് ആയ ടോപ്പിക് അല്ല, അത് അത്രയും പ്രസക്തമായ ടോപ്പിക് അല്ല. അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കുകളും ഓരോരോ കോണ്ടെക്സ്റ്റിലാണ് റിലവൻ്റ് ആകുന്നത്. അപ്പം ഇൻഡസ്ട്രി മനസ്സിലാക്കുക എന്നുള്ള വളരെ പ്രസക്തമായ കാര്യമാണ്. നമ്മൾ ചൂസ് ചെയ്യുന്ന ടോപ്പിക് ഈ ഇൻഡസ്ട്രിയിൽ ഈ ഒരു കമ്പനിയിൽ റിലവൻ്റ് ആവുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഓർഗനൈസ് സിനാരിയോ ഇൻഡസ്ട്രി പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓർഗനൈസേഷൻ സിനാരിയോ. ഈ ഓർഗനൈസേഷനിൽ ഈ ടോപ്പിക് റിലവൻ്റ് ആണോ എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ചില ടോപ്പിക്കുകളൊന്നും ചില ഓർഗനൈസേഷന് സ്യൂട്ടബിൾ ആകത്തില്ല. അദ്ദേഹം വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് തന്നെ എടുക്കുകയാണ്. അല്ലെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് എന്ന ടോപ്പിക് എടുക്കും. വർക്ക് ലൈഫ് ബാലൻസിന്റെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് വർക്ക് ലൈഫ് ബാലൻസ് അല്ലെങ്കിൽ അതാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് വളരെ നന്നായിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ഇൻഡസ്ട്രി ചിലപ്പം ഈ ഒരു ടോപ്പിക്കിന് വ്യത്യസ്തമായ ഒരു ഫോക്കസ് ആയിരിക്കും ഉണ്ടാവുക. മറ്റൊരു വിഷയം പറയുകയാണെങ്കിൽ സ്ട്രെസ് എന്നുള്ള ടോപ്പിക് എടുക്കുവാണ്. അപ്പം ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സ്ട്രെസ് എന്നാണ് നമ്മൾ ടോപ്പിക് എടുക്കുന്നത്. പക്ഷേ സ്ട്രെസ് അത്രയൊന്നും ഇല്ലാത്തൊരു സ്ഥാപനത്തിലാണ്, സ്ട്രെസ് അത്രയൊന്നും ഇല്ലാത്തൊരു ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് അത്ര റിലവൻ്റ് ആകുന്നില്ല. ഇനി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എംപ്ലോയി റിട്ടൻഷൻ വളരെ മോശമായിട്ടൊരു കമ്പനി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് റിട്ടൻഷൻ നമ്മൾ പഠിക്കാനായിട്ട് നമുക്ക് അത്ര പറ്റത്തില്ല. ഇതുപോലെ തന്നെയാണ് മാർക്കറ്റിംഗിലും എടുക്കുന്ന ഓരോ ടോപ്പിക്കും ഓർഗനൈസേഷൻ സിറ്റുവേഷൻ അനുസരിച്ച് ഓർഗനൈസേഷൻ എന്തിന് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത്. സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിനെ പറ്റി ഒരു കമ്പനി പഠിക്കുകയാണ്, പക്ഷേ ആ കമ്പനിക്ക് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റി തീരെ ഇല്ലാത്തൊരു കമ്പനിയാണെങ്കിൽ നമുക്ക് ആ ടോപ്പിക്ക് അവിടെ ഒട്ടും പ്രസക്തമാകുന്നില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് ഈ കമ്പനിയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ റിലവൻ്റ് ആകുന്നുണ്ടോ എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യാവൂ. ഇനി മറ്റു ടോപ്പിക്ക് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവിടുത്തെ കസ്റ്റമേഴ്സിനോടും എംപ്ലോയീസിനോടൊക്കെ ഇൻട്രാക്ട് ചെയ്ത് ചിലപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാനായിട്ട് നമ്മളെ സഹായിച്ചേക്കും. HR റിലേറ്റഡ് ടോപ്പിക്കൊക്കെ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടുത്തെ HR ഇഷ്യൂ എന്താണെന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നിങ്ങൾ അവിടുത്തെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസായിട്ടും അല്ലെങ്കിൽ മാനേജേഴ്സായിട്ടൊക്കെ സംസാരിക്കുന്നതിലൂടെ കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തത കിട്ടും. പുറത്തുനിന്നുള്ള ഒരാളെന്നല്ലേ നമ്മൾ നോക്കുമ്പോൾ ചില ടോപ്പിക്കുകളൊന്നും ടോപ്പിക്കുകളുടെ റിലവൻസ് പെട്ടെന്ന് മനസ്സിലാണെന്ന് നിർബന്ധമില്ല. പ്രത്യേകിച്ച് HR-ന്റെ കോൺടാക്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെയുള്ള എംപ്ലോയീസിനോട് അല്ലെങ്കിൽ അവിടുത്തെ മാനേജേഴ്സിനൊക്കെ HR മാനേജർ സംസാരിക്കുമ്പോൾ ചില ടോപ്പിക്കിൻ്റെ റിലവൻസ് ഫിക്സ് ചെയ്യാനായിട്ടും നല്ല ടോപ്പിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളെ സഹായിച്ചേക്കും. അതുപോലെ തന്നെ കസ്റ്റമേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് മാർക്കറ്റിംഗ് ടോപ്പിക്ക് കുറച്ചുകൂടി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമ്മളൊരു കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കും. അത് നമുക്കത് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കസ്റ്റമേഴ്സായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്ത് മാർക്കറ്റിംഗ് ടോപ്പിക്ക് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തേക്കും. എഗെയിൻ റിലവൻസ് ടോപ്പിക് ഈ പറഞ്ഞ എല്ലാ സാഹചര്യങ്ങളും പറഞ്ഞു വരുന്ന ടോപ്പിക്കിന് റിലവൻസ് അതിൻ്റെ പ്രാധാന്യം അതിലേക്കാണ് വരുന്നത്. ഇനി എങ്ങനെ ടോപ്പിക്കിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് ആണ് അടുത്തൊരു ചോദ്യം. എഗെയിൻ ടോപ്പിക്ക് കുറച്ചൊരു ഫ്രഷ്നെസ് ഉള്ള അധികം ഒരുപാട് എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് പേര് എടുക്കുന്ന എല്ലാ കുട്ടികളും ഗൂഗിളിലും ഇന്റർനെറ്റിലും ഒക്കെ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ ChatGPT-യിലൊക്കെ നോക്കി ഒരുപാട് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള കോളേജിൽ തന്നെ മുമ്പ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ വീണ്ടും എടുക്കുന്നതിനൊക്കെ ഉപരി ഈ ഒരു കാലഘട്ടത്തിൽ പുതിയ റിലവൻ്റ് ആയിട്ടുള്ള ഓരോ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറുന്ന സാഹചര്യം അനുസരിച്ച് റിലവൻ്റ് ആയിട്ട് ടോപ്പിക് എടുക്കുക, ഒരു യൂണീക്നെസ് ടോപ്പിക്കിന് കൊണ്ടുവരാൻ നോക്കുക, ഒരു ഫ്രഷ്നെസ് പുതുമ കൊണ്ടുവരാൻ നോക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. റിലവൻസ് പ്രസക്തമാണ്. ഇത് എല്ലാ ടോപ്പിക്കും എല്ലാ കോണ്ടെക്സ്റ്റിലും റിലവൻ്റ് അല്ല. 5 വർഷം മുമ്പുള്ള ടോപ്പിക് ഈ വർഷത്തിൽ റിലവൻ്റ് ആണെന്ന് നിർബന്ധമില്ല. അപ്പം അങ്ങനെ റിലവൻസ് ടോപ്പിക്കിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട്, അത് ഇൻഡസ്ട്രി വൈസ്, കമ്പനി വൈസ്, അതൊരു പീരീഡ് വൈസ്, അതൊക്കെ ഓരോ കാലഘട്ടത്തനുസരിച്ച് എത്രത്തോളം റിലവൻ്റ് ആകുന്നുള്ളതൊക്കെ ചോദ്യമാണ്. ഇനി ഇതിൽ എന്ത് സോഷ്യൽ ബിസിനസ് ഇംപ്ലിക്കേഷനാണ് ഈ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ ഉണ്ടാകുന്നത്, അതിനെന്തെങ്കിലും റിലവൻസ് ഉണ്ടോ, സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ബിസിനസ് കോണ്ടെക്സ്റ്റിൽ എന്തെങ്കിലും റിലവൻസ് ഉണ്ടോ എന്നുള്ളതും പ്രസക്തമായ ചോദ്യമാണ്.
ഇതിൻ്റെ ഫൈൻഡിങ്സ് റിസൾട്ട് നല്ലൊരു ഫൈൻഡിങ്സ് റിസൾട്ടിലേക്ക് എത്തുന്ന ഒരു ടോപ്പിക്കിൻ്റെ ക്വാളിറ്റി ഫിക്സ് ചെയ്യുന്നു. നമ്മുടെ ഫൈൻഡിങ്സ് ഓർഗനൈസേഷൻ എന്തെങ്കിലും തരത്തിലൊരു റെലവൻ്റ് ആകുന്ന കാര്യമാണോ, നമ്മുടെ ഫൈൻഡിങ്സ് റിസൾട്ട് ഓർഗനൈസേഷൻ എന്തെങ്കിലും തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ടോ, ഈ 2 വർഷത്തെ നമ്മുടെ 2 മാസത്തെ അല്ലെങ്കിൽ 3 മാസത്തെ പ്രൊജക്റ്റ് ഇന്റേൺഷിപ്പിലൂടെ നമ്മുടെ ഫൈൻഡിങ്, നമ്മുടെ റിസൾട്ട് ഓർഗനൈസേഷൻ എന്തെങ്കിലും തരത്തിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ HR ഫിനാൻസ് ഫംഗ്ഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എഗെയിൻ കോൺട്രിബ്യൂഷൻ റിസർച്ച് ഒന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്, നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്താണ്. നല്ലൊരു കോൺട്രിബ്യൂഷൻ നിലവിലുള്ള എന്തെങ്കിലും പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ, എന്തെങ്കിലും കാര്യത്തിൻ്റെ റീസൺ കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടർ കണ്ടുപിടിക്കാൻ, സൊല്യൂഷൻ കൊടുക്കാനായിട്ടൊക്കെ ഈ ഒരു റിസർച്ച് കൊണ്ട് കഴിയുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചോദ്യമാണ്. ഇങ്ങനെയൊക്കെ ഒരു ടോപ്പിക്കിനെ യുണീക്കാക്കി മാറ്റാൻ ശ്രമിക്കാം. മാർക്കറ്റിംഗ് പ്രൊജക്ട്സ് ആണെങ്കിൽ സാധാരണ മാർക്കറ്റിംഗ് ആണെങ്കിൽ കസ്റ്റമേഴ്സ്, ഡീലേഴ്സ്, റീറ്റെയിലേഴ്സ് ഇവരുമായിട്ടൊക്കെയാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്. ഇവരുടെ ഇടുന്നാണ് നമ്മൾ പ്രൈമറി ഡാറ്റ, അല്ലെങ്കിൽ നേരിട്ട് ക്വസ്റ്റ്യനെയർ വഴി സാധാരണഗതിയിൽ ഡാറ്റ കളക്ട് ചെയ്യാറ്. ക്വസ്റ്റ്യനെയർ അല്ല എന്ന് പറയുന്ന ഇന്റർവ്യൂ ഷെഡ്യൂൾ ഉപയോഗിച്ചും ചെയ്യുന്ന പ്രൊജക്റ്റുകൾ ഉണ്ടാകാം. ഒന്നെങ്കിൽ കസ്റ്റമർ അല്ലെങ്കിൽ ഡീലർ അല്ലെങ്കിൽ റീറ്റെയിലർ, ഏതെങ്കിലും 3 ഗ്രൂപ്പുകളായിട്ടാണ് സാധാരണ മാർക്കറ്റിംഗ് പ്രൊജക്റ്റുകൾ ഇന്ററാക്ട് ചെയ്യപ്പെടുന്നത്. ഇനി HR പ്രൊജക്ട് വരുവാണെങ്കിൽ സാധാരണ നമ്മുടെ എംപ്ലോയീസിൻ്റെ അടുത്ത് നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്. ഇവിടെയും പ്രൈമറി ഡാറ്റ ആയിട്ടാണ് സാധാരണ കളക്ട് ചെയ്യാറ്. ഇനി അബോറിജിനൽ കോൺടെക്സ്റ്റിലൊക്കെ യൂണിവേഴ്സിറ്റികളൊക്കെ പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കേസ് സ്റ്റഡീസ് ഒക്കെ ആയിട്ട് നമുക്ക് വേണം ചെയ്യാം. യൂഷ്വലി നമ്മുടെ ക്വസ്റ്റ്യനെയർ വെച്ച് എംപ്ലോയീസിൻ്റെ ഡാറ്റ കളക്ട് ചെയ്തിട്ടാണ് സാധാരണ നമ്മൾ HR പ്രൊജക്ട് ചെയ്യുക. അഥവാ ഇന്റർവ്യൂ ഷെഡ്യൂളായിട്ടും വേണേൽ കണ്ടക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് HR പ്രൊജക്റ്റിൻ്റെ ഒരു നേച്ചർ. എഗെയിൻ ഫിനാൻസ് പ്രൊജക്റ്റിൽ പ്രൈമറി ഡാറ്റ വെച്ചും സെക്കൻഡറി ഡാറ്റ വെച്ചും ഒക്കെ പ്രൊജക്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ജനറലി മറ്റു ചില ഏരിയാസ് ഓപ്പറേഷൻസിലും IT-ലും ഒക്കെ പ്രൊജക്ട്സുകൾ സാധാരണ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ജനറലി പ്രൊജക്ട്സ് എന്ന് പറയുന്നത് കൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം പ്രൊജക്റ്റ് എടുക്കുമ്പോൾ വീണ്ടും ഒരു കാര്യം കൂടെ, ടോപ്പിക് എടുക്കാൻ വീണ്ടും ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നു. ഒരു ക്ലാരിറ്റിയോടെ വ്യക്തതയോടെ എടുക്കുക. മുൻ വർഷങ്ങളിലൊക്കെ ഈ ടോപ്പിക് എടുത്തു എന്നുള്ള റീസൺ മാത്രമല്ല, നമ്മൾ എടുക്കുന്ന സ്ഥാപനത്തിൽ ഇല്ല ഇൻഡസ്ട്രിയിൽ ഈ ഒരു ടോപ്പിക് റിലവൻ്റ് ആകുന്നുണ്ടോ, ഫിറ്റിൻ ആകുന്നുണ്ടോ, അവിടെ ഈ പഠിക്കുന്ന സാഹചര്യം ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം ഒരു ടോപ്പിക്കിലേക്ക് ഫിക്സ് ചെയ്യാനായിട്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. വിഷ് യു ദി വെരി ബെസ്റ്റ്. എല്ലാവരും നല്ലൊരു പ്രൊജക്ട് ഇന്റേൺഷിപ്പ് എല്ലാവർക്കും ആശംസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ചേർക്കാം. വീണ്ടും മറ്റൊരു വീഡിയോ വേണ്ടി കാണാം. Till then, all of you take care. Stay safe. Bye bye.